ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ ആഴ്ച അവസാനിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് വീട്ടിൽ അപ്പാനി ശരത്തും അക്ബറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് ജിസേലിന് നൽകുന്ന ഒരു പിന്തുണ. ഇതിനെ പല രീതിയിൽ പല ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലർ ഇതിനെ ജിസേലിനോടുള്ള ഒരു പേടിയായി വ്യാഖ്യാനിക്കുന്നു. മറ്റു ചിലർ പറയുന്നു ഇവർക്ക് കൃത്യമായ ഒരു ഗെയിം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന്. എന്നാൽ ഇതൊന്നുമല്ല, മറ്റൊന്നാണ് കാര്യമെങ്കിലോ. ബിഗ് ബോസ് എപ്പോഴും ഒരു ഗെയിം ഷോയാണ്, അത് തന്ത്രങ്ങളുടെ ഷോയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കാനിടയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുക. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ മുന്നോട്ടുള്ള ഗെയിമിൽ സ്ട്രോങ് ആയി ഒരു ഗെയിമറായി കാണുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ. അനുമോളുടെ പലതരത്തിലുള്ള സവിശേഷതകൾ പലരെയും ഞെട്ടിക്കുന്നുണ്ട്, പലരുടെയും ഉറക്കം കെടുത്തുന്നുമുണ്ട് ബിഗ് ബോസ് വീട്ടിൽ. പ്രത്യേകിച്ചും എല്ലായിടങ്ങളിലും എല്ലാ സമയങ്ങളിലും എത്തുപെടുന്നു എന്നതാണ് അനുമോളിനെ കുറിച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു പോസിറ്റീവ്. ഏതാണ്ട് എല്ലാവരുടെയും അടുത്ത് അനുമോൾക്ക് ചെല്ലാൻ കഴിയുന്നുണ്ട്, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. എന്നാൽ വളരെ അഗ്രസീവ് അല്ലാതെ ഒരു മിതമായ തരത്തിൽ ഗെയിം കളിച്ചു പോകുന്നു. എന്നിരുന്നാലും മുന്നോട്ടുള്ള ഗെയിമിൽ വളരെ ശ്രദ്ധിക്കപ്പെടാനിടയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ ശക്തിയുള്ള ഒരു മത്സരാർത്ഥിയായി അനുമോളെ കാണുന്നു. അതിനോടൊപ്പം തന്നെ അനുമോൾ സീരിയൽ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് രംഗത്തെ മറ്റ് ഷോകളിലുമെല്ലാം തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ ഒരു കലാകാരിയാണ്. മാത്രമല്ല അഭിനയത്തിൻ്റെ കാര്യമെടുത്താൽ വർഷങ്ങളുടെ എണ്ണത്തിലും ഒരുപക്ഷെ മികവിൻ്റെ കാര്യത്തിലും നിലവിലെ ബിഗ് ബോസ് താരങ്ങളിൽ പലരേക്കാളും മുൻപിലാണ് അനുമോൾ. നിലവിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുള്ള ഒരു അഭിനേത്രിയാണ് അനുമോൾ. ഇതൊക്കെ കൊണ്ട് അനുമോൾക്കെതിരെ നേരിട്ട് ഗെയിം കളിക്കുന്നത് അത്ര ശുഭകരമായിരിക്കുമോ? പ്രത്യേകിച്ച് ബിഗ് ബോസ് വീടിന് പുറത്ത് അത് എങ്ങനെ പ്രതിഫലിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന മത്സരാർത്ഥികൾ അതിലുണ്ടായേക്കാം. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ശക്തമായ ഓപ്ഷനാണ് ജിസേൽ. കാരണം ജിസേൽ നിലവിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിലും ചില ഈഗോകളുടെ പേരിലുമെല്ലാം വന്ന് ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ അനുമോളുമായി അത്ര രസത്തിലല്ല. മാത്രമല്ല അനുമോളുടെ നേരെ മറ്റൊരു ഇമേജും നോക്കാതെ സംസാരിക്കാനും ഗെയിം കളിക്കാനും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള ഒരു മത്സരാർത്ഥി ജിസേലാണ്. അതുകൊണ്ട് തന്നെ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അനുവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ എവിടെയെങ്കിലും തടയിട്ട് നിർത്തുക എന്നത് ഇക്കൂട്ടരുടെ ഒരു ലക്ഷ്യമാകാം. അതുകൊണ്ടുകൂടിയാകാം ജിസേലിനെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ജിസേലിന് ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് ഇക്കൂട്ടർ ജിസേലിനൊപ്പം കൂടുന്നത്. മാത്രമല്ല മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കി അനുമോളെ ഗെയിമിനിടെ അസ്വസ്ഥയാക്കാനും ഇക്കൂട്ടർക്ക് കഴിയുന്നുണ്ട്. ഇതെല്ലാം ജിസേലിൻ്റെ പേരിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുടെ ഒന്നും അപവാദം ഇവരുടെ തലയിലെത്തില്ല. പകരം അവരെ സപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ വരുന്ന പഴികൾ മാത്രമേ ഉണ്ടാകൂ. അതിനെ ഇവർക്ക് പല രീതിയിൽ ന്യായീകരിക്കാനും അതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനും കഴിയും. അതുകൊണ്ട് തന്നെ നേരിട്ട് അനുമോളുമായി ഒരു വഴക്കുണ്ടാക്കാതെ അനുമോൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു മത്സരാർത്ഥിയെ അനുമോൾക്കെതിരെ തിരിച്ചു വിട്ടുകൊണ്ട് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഗെയിമാണ് ഈ രണ്ടുപേർ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ആളുകൾ ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്നതെങ്കിലോ. അനുമോളും ജിസേലും പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ ജിസേലിനെ സംബന്ധിച്ച് മലയാളം ഇൻഡസ്ട്രിയുടെ ഭാഗമല്ല. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അനുമോളുടെ ഫെയിമിനെയോ ഫാൻ ബേസിനെയോ ഒന്നും പേടിക്കേണ്ട സാഹചര്യമില്ല. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊന്നു കൂടി പറയാം. ജിസേലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മത്സരാർത്ഥികൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അനുമോളുടെ ബിഗ് ബോസ് വീട്ടിലെ സുഹൃത്തുക്കളെ നല്ല രീതിയിൽ അവരുമായി വാഗ്വാദങ്ങൾ ഉണ്ടാക്കാനോ അവരുമായി തർക്കിച്ച് അവരെ ഏതെങ്കിലും തരത്തിൽ കീഴ്പ്പെടുത്താനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവർക്ക് വളരെ കൃത്യമായി അറിയാമായിരിക്കാം അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ ഇത്ര സ്ട്രോങ് ആയി നിൽക്കുന്നത് അനുമോളുടെ ബിഗ് ബോസ് വീട്ടിലെ സുഹൃത്തുക്കൾ കാരണമാണ് എന്ന്. പ്രത്യേകിച്ച് അക്കൂട്ടത്തിൽപ്പെടുന്ന രണ്ടുപേരാണ്. ഒന്നാമതായി ശൈത്യയും മറ്റൊന്ന് ബിൻസിയും. അവരെ ഏതെങ്കിലും തരത്തിൽ ഗെയിം കളിച്ച് ബിഗ് ബോസിൽ നിന്നും ഇറക്കാൻ കഴിഞ്ഞാൽ അനുമോളുടെ സപ്പോർട്ട് അങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്നും ഇക്കൂട്ടർ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലോ അനുമോളെ ഇവർ ഡയറക്റ്റ് ആക്രമിക്കാതെ അത് ജിസേലിന് വിട്ടുകൊടുത്ത് അനുമോളുടെ സഹായികളെയും അനുമോളോട് ചേർന്ന് നിൽക്കുന്ന മത്സരാർത്ഥികളെയും ആക്രമിക്കുന്ന ഒരു തരം സ്ട്രാറ്റജിയിലേക്ക് ഇവർ പോരുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന കളികളിൽ വളരെ വലിയൊരു കളി തന്നെയാണ്. ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് വരും തോറും കൂടുതൽ പ്രതിരോധം തീർക്കാൻ ശക്തിയുള്ള ഒരു മത്സരാർത്ഥിയെ ഏത് വിധേനയും ബിഗ് ബോസിൽ നിന്നും ഔട്ടാക്കാൻ ശ്രമിക്കുക എന്നത് ബിഗ് ബോസ് ഗെയിമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഓരോരോ സാഹചര്യങ്ങളിലും ഓരോ മത്സരാർത്ഥികളെ പുറത്താക്കുക എന്നത് തന്നെ. മറ്റു മത്സരാർത്ഥികളുടെ സ്ട്രാറ്റജികൾ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കാനും മറ്റു മത്സരാർത്ഥികളെ വീഴ്ത്താൻ തക്ക സ്ട്രാറ്റജികൾ കണ്ടെത്തി മുന്നോട്ട് പോകാനും കഴിയുക എന്നത് തന്നെയാണ് വിജയം. ഈ സാഹചര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജിസേലിനോടുള്ള പേടി മൂലം ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണോ, അതോ ഇവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ചെയ്യൂ.